നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ കഴിഞ്ഞ ദിവസം വിനു വി ജോണുമായി സംസാരിച്ചു. ഒരു അഭിമുഖ സംഭാഷണം അവരത് സംപ്രേഷണം ചെയ്തു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. ആ അഭിമുഖത്തിൽ ഒടുവിൽ ഉണ്ടായ ഒരു ചോദ്യോത്തരമുണ്ട്. മാധ്യമപ്രവർത്തകരോടുള്ള വി ഡി സതീശൻ്റെ സമീപനത്തെക്കുറിച്ചാണ്. അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത് നോക്കണം. 50 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും. 10 മിനിറ്റ് കൈരളി, ദേശാഭിമാനി, AK സെൻറ്ററിൽ നടക്കമുള്ള ആളുകൾ എഴുതിക്കൊണ്ടുവന്ന ചോദ്യങ്ങൾ ചോദിക്കും, നേരത്തെ തീരുമാനിക്കപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ. അതോടെ പ്രസ് മീറ്റ് കഴിയും. ഇതാണ് നടക്കുന്നത്. എന്നാൽ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയല്ല. അവിടെ എല്ലാവരോടും കൃത്യമായി ചോദ്യത്തിന് ഉത്തരം പറയും. അവിടെ എൻ്റെ പ്രസ് മീറ്റ് കലക്കാൻ വരുന്നവരോട് മാത്രമേ ഞാൻ ചൂടായിട്ടുള്ളൂ. ഇതാണ് വി ഡി സതീശൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഡെയിലി 2 നേരം വെച്ച് ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ വരികയും ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എത്രയെങ്കിലും തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വി ഡി സതീശൻ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ് മീറ്റുകളെക്കുറിച്ച് ആരോപിക്കുന്നതും അത് ഏറ്റെടുത്ത് പ്രധാനപ്പെട്ട ചില മാധ്യമപ്രവർത്തകർ നിരന്തരം പ്രൈം ടൈം ചർച്ചകളിലടക്കം ഉന്നയിക്കുന്നതുമായ ഒരാരോപണം. അതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പിണറായി വിജയൻ്റെ മാധ്യമ സമീപനത്തോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം, നമുക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഉന്നയിച്ചത് അതിൽപ്പെടുന്ന ആരോപണമല്ല, അത് വ്യാജമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിൽ PR ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് വേണമെങ്കിൽ നമുക്കങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, അതിൽ രാഷ്ട്രീയമോ മറ്റൊന്നും സംസാരിച്ചിട്ടുമില്ല. അത് കണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വാ എന്ന് അത് സംപ്രേഷണം ചെയ്ത ദിവസങ്ങളിൽ ഒന്നിൽ വെല്ലുവിളിച്ച മലയാളത്തിലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അടക്കമുള്ള ചാനലുകളിൽ ഒടുവിലുണ്ടായൊരു സംഭവം എന്താണ്? അതേ പിണറായി വിജയൻ്റെ നിരന്തരമായ അഭിമുഖ സംപ്രേഷണം നമ്മൾ ഓരോ ചാനലിലുമായി കണ്ടതാണ്. 2 ദിവസങ്ങളായി ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ വെച്ച് മലയാളത്തിലെ 99% ചാനലുകൾക്ക് മുന്നിലും അവരുടെ പുലികളായ മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ഇരുന്നു കൊടുത്തു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ അഭിമുഖങ്ങളുടെ സ്വാധീനം വിലയിരുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. റിപ്പോർട്ടർ TV ഒഴികെ സകല ന്യൂസ് ചാനലുകളിലും അഭിമുഖം വന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ സിന്ധു സൂര്യകുമാർ, ന്യൂസ് മലയാളം ചാനലിൽ ഹർഷൻ, മീഡിയ വണിൽ പ്രമോദ് രാമൻ, മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസ്, 24-ൽ R ശ്രീകണ്ഠൻ നായർ, മാതൃഭൂമിയിൽ രാജീവ് ദേവരാജ്, ബിഗ് TVയിൽ സുജയ പാർവതി, കൗമുദി TVയിൽ VS രാജേഷ് തുടങ്ങി ഇന്ത്യ ടുഡേ, ന്യൂസ് 18 തുടങ്ങിയ എല്ലാവർക്കും 1 മണിക്കൂർ വീതം അഭിമുഖം. അത് കഴിഞ്ഞ് ദി ക്യൂവിൽ മനീഷ് നാരായണനെ പോലുള്ളവർക്കും അഭിമുഖം നൽകി. ഒരു ദയയുമില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള അവസരം ഇതിനപ്പുറത്ത് കിട്ടില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിൽ ഗതി നിർണായകമായ സ്വാധീനമായി പിണറായി വിജയൻ എങ്ങനെ മാറുന്നു എന്ന് ഈ അഭിമുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. തുടക്കത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ അതേ ചാനൽ, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ, സിന്ധു സൂര്യകുമാറിൻ്റെ പിണറായി വിജയൻ അഭിമുഖം കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ധൈര്യപൂർവ്വമുള്ള ചോദ്യങ്ങളും വ്യക്തതയോടെയുള്ള ഉത്തരങ്ങളും. സിന്ധു സൂര്യകുമാറിൻ്റെ അഭിമുഖം ആ മൊത്തം അഭിമുഖങ്ങളുടെ ഒരു പ്രതീകമായി എടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതികൂല പ്രചരണത്തിന് ഉപയോഗിക്കപ്പെട്ട സകല കാര്യങ്ങളും അവർ ചോദിച്ചു. മുന്നിലിരിക്കുന്നത് മുഖ്യമന്ത്രിയോ പിണറായി വിജയനോ ആണ് എന്ന് കരുതി സുഖിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അല്ല. ശബരിമല സ്ത്രീ പ്രവേശനം, ശബരിമല സ്വർണ്ണക്കൊള്ള, പാർട്ടിയിലെ ആഭ്യന്തര എതിർപ്പുകൾ, PK ശ്യാമള തുടങ്ങി സകല കാര്യങ്ങളും ചോദിച്ചു. എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും സ്ഥിരം ഇരയായ മരുമകൻ പ്രശ്നം വരെ ഉന്നയിച്ചു. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും മരുമകൻ പ്രയോഗത്തെക്കുറിച്ചുമുള്ള ചോദ്യമാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ ഉണ്ടാക്കിയ ഇമാതിരി നേട്ടങ്ങളുടെ പട്ടിക നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഭാര്യയും മരുമകളും മകനും സ്വയം നേടിയ സ്ഥാനങ്ങളും അതൊക്കെ ഉണ്ടാക്കി സ്ഥാനാർത്ഥിത്വവും കിട്ടാണ്ടായപ്പോഴാണ് PK ശ്യാമളയ്ക്ക് ഭാര്യാ പദവി എന്ന ആക്ഷേപം ഉന്നയിച്ചു പോകുന്നത്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ സ്വതന്ത്രമായി നിലനിന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോപണം മെറിറ്റിൽ അല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം. അതിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. ഒരു സ്ത്രീ ആ മട്ടിൽ അവരുടെ യോഗ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിച്ച് അവരുടെ മുന്നോട്ട് പോക്ക് തടയേണ്ടതുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യം ആണ്. അതിന് പകരം തിരിച്ച് ആരും ചോദിക്കില്ല. ഭർത്താവിന് സീറ്റ് കിട്ടുന്നത് ഭാര്യയുടെ ഔദാര്യത്തിലാണോ എന്ന് ചോദിക്കുകയുമില്ല. എന്നാൽ ഇത് കഴിഞ്ഞ് പോയതോ നേതാക്കളുടെ ഭാര്യയും മകനും മരുമകളും ഒക്കെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പട്ടികയുടെ ഭാഗമാകാനാണ് TK ഗോവിന്ദൻ പോയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖമാണല്ലോ നമ്മുടെ വിഷയം. നമുക്ക് അതിലേക്ക് തന്നെ വരാം. എടുത്തു പറയേണ്ട ഒന്ന് പ്രമോദ് രാമൻ ചെയ്ത മീഡിയ വൺ അഭിമുഖമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുവരെയുള്ള സകല നറേറ്റീവുകളും അതിൽ ചോദ്യമായി വന്നു. സ്വാഭാവികമാണ്, അവരുടെ മാനേജ്മെൻറ്റിലുള്ള ചാനലാണ്. വി ഡി സതീശൻ നിരന്തരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധം, വെള്ളാപ്പള്ളി, ഹിന്ദു പത്രത്തിലെ മലപ്പുറം പരാമർശം, ഇടയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടന എന്ന് അവരെ വിളിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ച പ്രമോദ് രാമൻ തർക്കിക്കുന്നുമുണ്ട്. സുന്നി വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ്? മതരാഷ്ട്രവാദികളായി വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. പക്ഷേ എൻ്റെ മൊബൈൽ 4 വീഡിയോ എങ്കിലും അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് അവർ പറയുന്നതിന് തെളിവുണ്ട് എന്ന് വരെ പ്രമോദ് രാമൻ പറഞ്ഞു. ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ
അത് മാറുമോ? RSS സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മാത്രമല്ല ഭരണഘടന തന്നെ അങ്ങനെ ആയ ഒരു സംഘടനയെ എത്ര വെളുപ്പിച്ചാലാണ് രക്ഷപ്പെടുക എന്ന കാര്യം ചോദിക്കുകയാണ് പിണറായി വിജയൻ തിരിച്ച്. എന്നാൽ പ്രമോദ് രാമന്റെ അഭിമുഖത്തിൽ ശ്രദ്ധേയമായി തോന്നിയ ഒരു ചോദ്യോത്തരമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്, അതും പിണറായിക്ക് ആ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു ഉത്തരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തോറ്റാൽ വനവാസത്തിന് പോകും എന്ന രാഷ്ട്രീയത്തിലെ പതിവ് വെല്ലുവിളികളിൽ ഒന്ന്, ആരും സ്ഥിരമായി പറയുന്ന വെല്ലുവിളികളിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ആത്മവിശ്വാസ പ്രകടനത്തിൻ്റെ പീക്കാണ് എന്ന നറേറ്റീവ്, അതായത് UDF ജയിക്കും, അതുകൊണ്ട് LDF തോക്കും എന്ന് അയുക്തികമായി വിലയിരുത്തുന്ന ആ നറേറ്റീവിന് ആഖ്യാനം നൽകുന്ന മുഖ്യധാര മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും നിരന്തരമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രമോദ് രാമൻ ഇക്കാര്യം ആദ്യമായി മറ്റൊരാൾ ഇതിനു മുമ്പ് പിണറായിയോട് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. അക്കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പം ഞാൻ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം, അത് ഞാൻ പറയാൻ വെച്ചിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയൂ, നിങ്ങൾ ചോദിക്കാതെ തന്നെ പറയാൻ വെച്ചിരിക്കുകയാണ്, പറയും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയാണ്. ഒരാൾക്ക് 1 മണിക്കൂർ വെച്ച് എത്ര നേരം ഈ അഭിമുഖത്തിന് ചെലവിട്ടിട്ടുണ്ടാവും? ഈ തെരഞ്ഞെടുപ്പ് LDFന് പറയാനുള്ളതും നടക്കുന്ന പ്രചരണങ്ങളിലെ വിശദീകരണങ്ങളും അടങ്ങിയ ഗംഭീരമായൊരു ശ്രമം. ഇനിയെങ്കിലും PR പ്രതികരണ ആരോപണം ഈ ചാനലുകളുടെ ഫ്ലോറിൽ പ്രൈം ടൈം ഡിബേറ്റിലെ ഏകപക്ഷീയമായ കൂട്ടസംവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുമോ? അറിയില്ല. എന്നാൽ ഈ അഭിമുഖത്തോട് ചേർത്ത് വയ്ക്കേണ്ട 2 കാര്യങ്ങൾ കൂടി, 2 അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതിനുശേഷം 3 കൂടി നമ്മളൊന്ന് വിലയിരുത്തണം. പിണറായി അഭിമുഖങ്ങളിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒന്ന് സിദ്ധു സൂര്യകുമാറിൻ്റെതാണല്ലോ. അവരുടെ തന്നെ ചാനലിൽ അതിന് പിന്നാലെ വിനു വി ജോൺ നടത്തിയ 2 അഭിമുഖങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് VD സതീശൻ്റെതാണ്. അവരുടെ തന്നെ ചാനലിൽ അതിന് പിന്നാലെ വിനു വി ജോൺ നടത്തിയ 2 അഭിമുഖങ്ങൾ. ഒന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞാണ് VD സതീശൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ അഭിമുഖം. സ്ഥാനാർത്ഥി ചർച്ചകളിൽ K സുധാകരൻ മുതൽ ഇങ്ങോട്ട് ഇടപെട്ടുണ്ടായ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ നമ്മൾ കണ്ട ആഭ്യന്തര കലഹ വാർത്തകൾ, കുഴപ്പങ്ങൾ ഒക്കെ നിലനിൽക്കെ VD സതീശനെ മുന്നിലിരുത്തി നടത്തിയ അഭിമുഖത്തിൻ്റെ ഇൻട്രോ അതിങ്ങനെയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞു. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ അനുഭവം നോക്കിയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇത്ര വേഗം നടന്നു കണ്ടിട്ടില്ല. പഴയ കാലത്ത് കണ്ടതുപോലെ വലിയ പൊട്ടിത്തെറികളോ പ്രതിഷേധങ്ങളോ കണ്ടില്ല. കുറച്ച് വാർത്തകൾ മാത്രം ഉണ്ടായത് മിച്ചം എന്ന് വിനു വി ജോൺ സതീശനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. സതീശനോടുള്ള പിന്നീടുള്ള ചോദ്യങ്ങളിലേക്ക് അത് പറഞ്ഞതിന് ശേഷമാണ് കടന്നത്. എങ്ങനെയുണ്ടല്ലേ? അമ്മാതിരി അഭിമുഖമായിരുന്നു നടന്നത്. ഇനി സതീശൻ്റെ അഭിമുഖം മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയാകുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട്ടുകാരോട് പണം പിരിച്ച് അവിടെ വേറെ തന്നെ സർക്കാരിൻ്റെ ഭാഗമാകില്ല, ഞങ്ങൾ സെപ്പറേറ്റ് പിരിച്ച് വീട് പണിയും എന്ന് പറഞ്ഞ് നാട്ടുകാരെ കബളിപ്പിച്ച കാര്യം. സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിരന്തരം കോടതികളിൽ ഓരോന്നും K4 മുതൽ ഇങ്ങോട്ട് വയനാട്ടിലെ തുരങ്കപാത അടക്കമുള്ള കാര്യങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടായത്. 3, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ചോദിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇരയായ 10 പേർക്കെതിരായ കുറ്റകൃത്യം സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിയിൽ എത്തിയത്. 4, കേന്ദ്ര BJP സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ അവരോടുള്ള മൃദു സമീപനം. 5, വിഴിഞ്ഞം മുതൽ നേരത്തെ പറഞ്ഞ തുരങ്കപാത വരെ എടുത്ത എതിർ നിലപാട്. 6, ദേശീയപാത പൂട്ടിക്കെട്ടിപ്പോയതടക്കമുള്ള UDFൻ്റെ ഇരുണ്ട കാലം എന്ന പ്രചരണത്തിലുള്ള വിശദീകരണം. 8, ആകെ CK ജാനുവിനോടും സണ്ണി കബിക്കോടിനോടും ചെയ്തതാകെ, അതായത് വിശാലമായ പല കമ്മ്യൂണിറ്റി ലെവലിൽ ഞങ്ങൾ വിശാലമായ UDF സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്ത് സണ്ണി കബിക്കാടിനോടും CK ജാനുവിനോടും അടക്കമുള്ള അടിസ്ഥാന വിഭാഗത്തോട് അവരുടെ പ്രതിനിധികളോട് ചെയ്ത ചെയ്ത്ത്, അവരൊടുവിൽ അധികാരമോഹികളാണ് എന്ന് വരുത്തി തീർക്കും വിധത്തിലുള്ള നറേറ്റീവിന് ഇടവെച്ചു കൊടുത്തു. ഇങ്ങോട്ട് സീറ്റ് ചോദിച്ചാണെന്നാണ് സതീശനൊടുവിൽ സണ്ണി കബിക്കാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇതാണ് സ്ഥിതി. ഇനി VD സതീശനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ആ ചോദിച്ച ചോദ്യം ഇതാണ്. ഇതിൽ വിട്ടുപോയൊരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടാവും. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, PK ശശി അത്രേ ചോദിച്ചോളൂ. സതീശൻ തന്നെ പറഞ്ഞു, PK ശശിയുടെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു, അദ്ദേഹത്തിനെതിരെ ഒരു കേസുമില്ല. CPM-നകത്ത് നടന്ന ഒരു ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ. അവർ തമ്മിൽ പാർട്ടിക്കകത്ത് പാലക്കാട് നടന്ന സംഘടനാപരമായ ഫൈറ്റിൻ്റെ ഫലമായി ഉയർന്നു വന്ന ആരോപണം. അതിനപ്പുറത്തേക്ക് ആ ആരോപണത്തിന് അടിത്തറയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് PK ശശിയെ സ്വീകരിച്ചത്. അതിനപ്പുറത്തെ തീവ്രത എന്ന ആരോപണമൊക്കെയോ അതല്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീവ്രതയല്ല എന്ന് പറഞ്ഞ സതീശൻ തടി തപ്പുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിൽ കൂടുതൽ ഒരു ചോദ്യമില്ല. സതീശൻ പറഞ്ഞത് ഭയങ്കര വിശുദ്ധമായ വാചകങ്ങളായി നമ്മൾ എടുക്കുകയാണ്. ഇനി അടുത്തത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഭിമുഖമാണ്, രണ്ടാമത്തേത്. രാജീവ് ചന്ദ്രശേഖറിനോട് ആ അഭിമുഖത്തിൽ ചോദിക്കാതെ വിട്ട ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൽ മാത്രമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് മുണ്ടെടുക്കാനും
എല്ലാവരും അറിയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മാസ് ഡയലോഗാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭയങ്കര ഹീറോവൽക്കരിക്കുന്നു ഉണ്ട്. ചോദിക്കാത്ത ചോദ്യങ്ങളോ? പെട്രോൾ വില ചോദിച്ചില്ല, ഇന്ധന പ്രതിസന്ധി, ഗ്യാസ്, ഇപ്പോൾ ഇറാൻ പ്രശ്നം മുൻകൂട്ടി കണ്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഗ്യാസ് പ്രതിസന്ധി സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ സമീപനം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തോട് കാണിച്ച പ്രതികാര ബുദ്ധി, കേരളത്തിന് 5 പൈസ തന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ബാങ്ക് ലോൺ എഴുതി തള്ളാനല്ല നിയമം എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ലോൺ എഴുതി തള്ളേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രതികാര ബുദ്ധി, കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിച്ച ഈ അവഗണന, അതിനൊപ്പം കേരളത്തോട് കാണിച്ച സാമ്പത്തിക ഉപരോധം, കിഫ്ബിയെ അടക്കം വായ്പയിൽപ്പെടുത്തി നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറച്ച ദ്രോഹം, മരുമകൻ എന്ന വൃത്തികെട്ട പ്രയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന മരുമകൻ്റെ നിലപാട് എന്താണ്? മരുമകൻ രാജീവ് ചന്ദ്രശേഖർ ഒരു മരുമകനാണല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചോ? മാറ്റം കൊണ്ടുവരും എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മാറ്റം വന്നപ്പോൾ അവർ ഉണ്ടാക്കിയ മാലിന്യ പ്രശ്നം, കളമശ്ശേരി ദുരന്തത്തിൽ നടത്തിയ വിഭാഗീയ വിമർശനം, മുഖ്യമന്ത്രി വിഷമാണ് കൊടും വിഷം എന്ന് പറഞ്ഞ ആ സാഹചര്യം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. ഇതാണ് ഈ 2 അഭിമുഖങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഈ 2 അഭിമുഖങ്ങളും കണ്ടതിന് ശേഷം ഇനി ഒന്നുകൂടി പിണറായിയുടെ അഭിമുഖം കാണുക. ഏതാണ് PR, ഏതാണ് ശരിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരവസരം കിട്ടും. ഇതൊക്കെ കൊണ്ട് കൂടിയാകാം യഥാർത്ഥ ചോദ്യം ജനം ചോദിക്കും, അതിനുത്തരം അവർ കണ്ടെത്തും എന്ന ആത്മവിശ്വാസം പിണറായി വിജയനും കൂട്ടർക്കും ഉണ്ടാകുന്നത്. ഭൂരിപക്ഷ മാധ്യമങ്ങളും ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ആരെ തുരത്താനാണ് പണിയെടുക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ കിട്ടിയ അവസരം പിണറായി വിജയൻ നന്നായി ഉപയോഗിച്ചു. ജോണി ലൂക്കോസിനുള്ള മറുപടിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ജോണി ലൂക്കോസിന്റെ അഭിമുഖത്തിന്റെ അവസാനം ഇങ്ങനെയായിരുന്നു: സിയും പറഞ്ഞതിലെ കതിരും പതിരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കട്ടെ. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആ ചിരിയിലുണ്ടല്ല. ഇതിലും വലിയ മാധ്യമ വിമർശനം ഉന്നയിക്കപ്പെടാനില്ല. ഭരണത്തിലെത്തിയ 10 വർഷത്തെ വാർത്തകൾ മാത്രം വെച്ച് നോക്കിയാൽ മതി. ബിരിയാണി ചെമ്പും ഈന്തപ്പഴക്കുരുവും മരുമകനും എക്സാലോജിക്കും മകളും മകളുടെ ഭർത്താവിൻ്റെ കുടുംബവും വരെ വലിച്ചിഴക്കപ്പെട്ട വാർത്തകൾ. എന്നിട്ട് അതെല്ലാം എവിടെ ചെന്ന് നിന്നു? ശരിക്കും അതൊന്നും ഇപ്പോൾ ചോദ്യങ്ങൾ പോലും അല്ലാതായി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വരെ വെച്ച് കുടുംബത്തിലേക്ക് വരെ കടന്നു കയറാൻ നടത്തിയ ശ്രമങ്ങൾ, അതിന് പ്രതിപക്ഷവും 2 പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര ഭരണത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ വരെ ഇവിടെ വന്ന് നിരങ്ങിയ കാലം, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളെ വരെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ നീക്കങ്ങൾ. എന്തായാലും അമ്മാതിരി പ്രചരണങ്ങൾ നടത്തിയതിന് ശേഷം അവർക്ക് മുന്നിൽ തന്നെ പോയി കയ്യും കെട്ടിയിരിക്കുക എന്നതിൽ ഒരു ഹീറോയിസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ട ഏറ്റവും ആകാംക്ഷാഭരിതമായ കാഴ്ച അതുകൊണ്ട് തന്നെ ഈ അഭിമുഖ സംഭാഷണങ്ങളാണ്, പിണറായി വിജയൻ്റെ അഭിമുഖ സംഭാഷണങ്ങൾ. അടുത്ത ഭരണം LDFന് ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കിട്ടിയാലും ഇല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന ഒരു സമീപനമായി ഇതിവിടെ നിലനിൽക്കും. PR-ഉം പെയ്ഡും ഒക്കെ ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ തന്നെ പോയിരുന്ന് അത് പൊളിച്ചു കളയുന്ന ഒരു പരിപാടി. നന്ദി, നമസ്കാരം.